അഹ്ലുബൈത്ത് മുറിഞ്ഞു പോകാത്തൊരു കുടുംബമാണ്, അറ്റുപോകാത്ത ഒരു മേൽവിലാസമാണ് എന്ന ഹദീസ് മനസ്സിലാക്കിയിട്ടാണ് പ്രായാധിക്യത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹാലോചന നടത്തിയത്. വേറെ ഭാര്യമാരില്ലാഞ്ഞിട്ടല്ല. എന്തിനാണ് ഇപ്പൊ എന്റെ മകള് നിങ്ങൾ വിവാഹാലോചന നടത്തുന്നത്? അലി, ഒന്നിനുമല്ല, നിങ്ങൾക്കൊക്കെ മുത്തുനബി തങ്ങളുടെ മേൽവിലാസമുണ്ട്. കാരണം നിങ്ങളുടെ ഇണ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അവിടുന്ന് സ്നേഹം കൊടുത്ത സ്വർഗത്തിലെ നേതാവായ സയ്യിദത്തുന ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു അൻഹയല്ലേ നിങ്ങളുടെ സഹധർമ്മിണി. നിങ്ങൾക്ക് നല്ല മേൽവിലാസമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കും മേൽവിലാസമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദുന്നൂറൈനല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 പെൺകുട്ടികളെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനുഭാവനല്ലേ. രണ്ടാമത്തെ പത്നിയും വഫാത്തായി പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇനിയും എനിക്ക് കെട്ടിക്കാൻ പെൺകുട്ടികളുണ്ടെങ്കിൽ ഉസ്മാൻ തങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു. തങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട മരുമകനാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് മേൽവിലാസമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും മേൽവിലാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അടുത്ത് നിർത്തുന്ന, എല്ലാ ഘട്ടങ്ങളിലും പരിഗണിച്ച, ഒരാൾക്കും ലോകത്ത് നൽകപ്പെടാത്ത ഏറ്റവും മുന്തിയ പരിഗണന ലോകത്ത് കൊടുത്തൊരു നേതാവാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ കാണുന്ന മദീന പള്ളിക്ക് എത്ര വഴികളുണ്ടായിരുന്നു അലിയാര് തങ്ങളെ. എല്ലാവരുടെ വഴിയും അടക്കാൻ പറഞ്ഞപ്പോ അടക്കാതെ ബാക്കി വെക്കണമെന്ന് പറഞ്ഞ വഴി ഇല്ല. ബാബ അബീബക്കറിൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വഴിയുണ്ടല്ലോ, അത് അടക്കേണ്ടതില്ല. ബാക്കി കവാടങ്ങളൊക്കെ കൊട്ടിയടക്കൂ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് ആഖിറത്തിൽ എനിക്ക് പരമ്പര മുറിയാത്ത ഒരു കുടുംബം വേണം. അതിന് അലിയാര് തങ്ങളെ, നിങ്ങളെ ഒരു മകളെ എനിക്ക് വിവാഹം ചെയ്തു തരണേ. ഈ ഒരൊറ്റ ഹദീസിന് വേണ്ടിയാണ് കുല്ലു നസബിൻ വഹസബിൻ മുൻഖതിഉൻ യൗമൽ ഖിയാമത്തി ഇല്ലാ ഹസബി വനസബി. എല്ലാ തറവാടും എല്ലാ താവഴിയും ഖിയാമത്ത് നാളിൽ അസ്തമിച്ചു പോകും. എന്റെ കുടുംബമൊഴികെ, എന്റെ താവഴിയൊഴികെ അത് അറ്റുപോകില്ല. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു മകളെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത്? സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഒരു വികാരത്തിന്റെ സുഖമല്ല, വികാര നിർവഹണമല്ല ലക്ഷ്യം വെച്ചത്, ആഖിറത്തിലെ മേൽവിലാസമാണ് ലക്ഷ്യം വെച്ചത്. അഹ്ലു ബൈത്തിനോടുള്ള ആ കണക്ഷനും ആ ബന്ധവും കൊണ്ട് ഇവിടെ ഈ മഹല്ലത്ത് വലിയ ഭാഗ്യം കിട്ടിയൊരു മഹല്ലാണ്. നേരത്തെ ഉസ്താദ് അവർകൾ സ്വാഗത ഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു പോയി, പഠിച്ചോനെ, ഞാൻ ഈ മഹല്ലത്തിലൊന്നും ജനിച്ചില്ലല്ലോ. ഇത്രയും വർഷക്കാലം താജുൽ ഉലമ നേതൃത്വം നൽകി അനുഗ്രഹിച്ചൊരു മഹല്ല് വല്ലാത്തൊരു ബറക്കത്തുള്ള മഹല്ലാണ്. അവരുടെ മദദ്, അവരുടെ സഹായം, നോട്ടം നമ്മുടെ മഹല്ലിൽ അല്ലാഹു ദായിമാക്കി തരട്ടെ. അവരോടൊപ്പം ആഖിറത്തിൽ അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അവരോടുള്ള മഹബ്ബത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. മഹാന്മാരെ നല്ലോണം സ്നേഹിക്കണം.
അവരെ പ്രിയം വെക്കണം, അവരെ ഇഷ്ടം വെക്കണം. ആ ഒരു സ്നേഹം കൊണ്ട്, ആ ഒരു ഇഷ്ടം കൊണ്ട്, ആ ഒരു ബന്ധം കൊണ്ട് എല്ലാ രംഗങ്ങളിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അഹ്ലുബൈത്തിനോടുള്ള വലിയ മഹബ്ബത്തല്ലേ നമ്മുടെ നിസ്കാരം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അഹ്ലുബൈത്തിന്റെ മഹത്വത്തിന് ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. യക്ഫീകുമു മിൻ അളീമിൽ ഫളി അന്നകുമു മല്ലം യുസല്ലി അലൈക്കും ലാ സ്വലാത്ത ലഹു. അഹ്ലു ബൈത്തേ, നിങ്ങളെ മഹത്വം മനസ്സിലാക്കാൻ ഒറ്റ കാര്യം മതി. നിങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തവന് നിസ്കാരമില്ല. എന്റെ ശബ്ദം ശവിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചുകൊണ്ട് സലാം വീട്ടുകയാണെങ്കിലും അത്തഹിയ്യാത്ത് കഴിഞ്ഞിട്ട് സ്വലാത്ത് ചൊല്ലി നബി തങ്ങളുടെ പേരിൽ മാത്രം നിർത്തരുത്. ആലിന്റെ പേരിലും സ്വലാത്ത് ചൊല്ലിയെങ്കിലേ ആ നിസ്കാരം പൂർണ്ണമാകൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് ചൊല്ലുമ്പോ കൂട്ടത്തിൽ ഒരു വാക്കും കൂടി പറയണം, വഅലാ ആലിഹി. അത് പറയാതെയാണോ നിങ്ങൾ സുന്നത്ത് നിസ്കാരത്തിൽ നബിതങ്ങളെ മേലിൽ മാത്രം സ്വലാത്തല്ലിയിട്ട് നിസ്കാരത്തിൽ സലാം വീട്ടാണോ? നിസ്കാരം പൂർണ്ണമല്ല. ഫർള് നിസ്കാരത്തിലും കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. സുന്നത്ത് നിസ്കാരത്തിലും കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. മയ്യത്ത് നിസ്കാരത്തിലും കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. ഏത് നിസ്കാരം നിസ്കരിക്കുന്നുണ്ടോ മുത്തുനബി തങ്ങളുടെ പേരിൽ മാത്രം സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, കുടുംബത്തിന്റെ മേലിലുള്ള സ്വലാത്തും ചൊല്ലണം. ധൃതിയിലെ തിരക്കില്, നമ്മള് തിരക്കിന്റെ ആൾക്കാരാണല്ലോ പൊതുവെ. തിരക്കെന്താന്ന് ചോദിക്കണ്ട, എന്താന്ന് പറയും വേണ്ട, വേഗം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് സലാം വീട്ടില്ലേ. അങ്ങനെ വേണ്ട. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിന്റെ കൂടെ ഒരു വാക്കും കൂടി വഅലാ ആലിഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോഴേ നിസ്കാരം പൂർണ്ണമാകുള്ളൂ. നിസ്കാരം അപ്പോഴേ പൂർണ്ണമാകുള്ളൂ. അത് തറാവീഹും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിന് വേറെ മസലൊന്നും പറയണ്ട. സലാം വീട്ടുന്ന ഇതിനോടനുബന്ധിച്ചുള്ള അത്തഹിയാത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചെല്ലുമ്പോ ആലിന്റെ മേലും കുടുംബത്തിന്റെ മേലും സ്വലാത്തല്ല. അത് പ്രത്യേക സുന്നത്താണ്. അതിനാണല്ലോ അബാദ് സുന്നത്ത് എന്ന് പറയുന്നത്. കുടുംബത്തിന്റെ മേലും സ്വലാത്ത്. ഖുനൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ മാത്രം സ്വലാത്തല്ല പോരാ, കുടുംബത്തിന്റെ മേലും സ്വലാത്തല്ലണം. കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത് വിട്ടുപോയാൽ അത് പരിഹരിക്കാൻ ഒരു സുജൂദ് വരെ മഹാന്മാരായ പണ്ഡിതന്മാർ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്വലാത്തിന്റെ വില എത്രയാണ്? അബാദ് സുന്നത്ത് എന്ന് പറഞ്ഞാൽ അതല്ലേ. ഒഴിവായി പോയാൽ അതിന്റെ പേരിൽ സലാം വിട്ടുന്നതിന്റെ മുമ്പ് സുജൂദ് ചെയ്യണം. സുജൂദ് കൊണ്ടത് പരിഹരിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്ന് മാത്രം സ്വലാത്തല്ലിയിട്ട് നമ്മളൊരു സലാം വിട്ടാൻ പാടില്ല. അവിടെ കുടുംബത്തിന്റെ മേലും ഒരു സ്വലാത്ത്, വഅലാ ആലിഹി. ഒരൊറ്റ രണ്ട് വാക്കല്ലേ ഉള്ളൂ. ഇത്ര തോനെ നേരം വൈകൂലല്ലോ. വഅലാ ആലിഹി. കഴിയുന്ന ആളുകൾ അത്തഹിയാത്തിന്റെ അവസാനത്തിലുള്ള ആ ദുആം കൂടിയാണ് ദ്വാരക്കുക. സുന്നത്ത് നിസ്കാരത്തിൽ ഏതായാലും കുറഞ്ഞ കാലല്ലേ നമ്മളെ നിസ്കാരമൊക്കെ ഉണ്ടാവുള്ളൂ. ആയുസ് ഇങ്ങനെ കണക്കൂട്ടി നോക്കുമ്പോ ഏകദേശം ആയുസൊക്കെ തീർന്നില്ലേ. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അതുകൂടി ദ്വാരക്കുക. കുറച്ച് കനപ്പെട്ട ദുആ. അതിൽ പെടാത്തതൊന്നുമില്ല. ദുനിയാവും ആഖിറും ഖബറും മഹ്ശറും ഒക്കെ പെട്ടു. ആ ദുആ ഒഴിവാക്കലും കറാഹത്താ. അപ്പൊ ഏതായാലും കുടുംബത്തിന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലാതെ ഒരൊറ്റ നിസ്കാരവും പൂർണ്ണമാവുകയില്ല. കുടുംബത്തിന്റെ മേലിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിസ്കാരത്തിൽ സ്വലാത്ത് ചൊല്ലുന്ന, നിസ്കാരത്തിൽ പ്രാർത്ഥന കൊണ്ട് കൽപ്പിക്കപ്പെട്ട ഒരേ ഒരു കുടുംബം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബാണ്. എന്താണ് ആ കുടുംബത്തിന്റെ മഹത്വം? അവർക്കല്ലേ ബറക്കത്തിനും റഹ്മത്തിനും ദ്വാരക്കുന്നത്.
അതുകൊണ്ട് ആ കുടുംബത്തെ നല്ലോണം സ്നേഹിക്കണം.